ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, നിഴല് പോലെയുള്ള ഒരു പിതൃസ്നേഹത്തിൻ്റെ മാതൃകയായ വിശുദ്ധ യൗസേപ്പിലേക്ക് ധ്യാനപൂർവ്വം നമ്മൾ നടത്തുന്ന യാത്രയാണല്ലോ ഇത്. പാത്രിസ് കോർദെ എന്ന് പറയുന്ന പ്രബോധന രേഖയിൽ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ യൗസേപ്പിനെ വിശേഷിപ്പിക്കുന്നത് സർഗാത്മകമായ ധൈര്യത്തിൻ്റെ വ്യക്തി എന്നാണ്. ജീവിതത്തിൽ മനുഷ്യർ വലിയ ഭയങ്ങളിലൂടെ പ്രശ്നങ്ങളുടെ നടുവിലും പ്രതിസന്ധികളുടെ നടുവിലും ഒക്കെ കടന്നു പോകുന്നുണ്ട്. വർത്തമാനകാലത്തിലെ നമ്മുടെ ജീവിതസ്ഥിതിയും വ്യത്യസ്തമല്ല. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ആകുലതകളും ഒക്കെ നമ്മളെ അസ്വസ്ഥരും ഭയചകിതരും ഒക്കെ ആക്കുന്നുണ്ട്. ജോസഫിനെ പോലെ ജീവിതത്തിൽ സർഗാത്മകമായ ധൈര്യം നമ്മളൊക്കെ പ്രകടിപ്പിക്കേണ്ട ചില അസാധാരണമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. യെശയ്യാ പ്രവാചകൻ എമ്മാനുവൽ പ്രവചനം അവതരിപ്പിക്കുന്നതിന് ഉള്ള ഒരു ചരിത്ര പശ്ചാത്തലം ഇസ്രായേൽ ചരിത്രത്തിലെ അല്ലെ യൂദയായുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ്. അക്കാലത്തെ പ്രബല സാമ്രാജ്യശക്തിയായ സിറിയയും വടക്കൻ രാജ്യമായ ഇസ്രായേലും ചേർന്ന് യൂദായ്ക്കെതിരെ ഒരു യുദ്ധത്തിന് വരുന്നു. ആ മഹാസൈന്യത്തെ കണ്ട് അന്ന് യൂദ ഭരിച്ചിരുന്ന ആഹാസ് എന്ന് പറയുന്ന ഇസ്രായേൽ യൂദയ രാജാവ്, അയാളെക്കുറിച്ച് വേദപുസ്തകം യെശയ്യാ പ്രവചനത്തിൽ 7-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: കൊടുങ്കാറ്റിൽ വനത്തിലെ വൃക്ഷങ്ങൾ ഇളകി വശാവുന്നത് പോലെ രാജാവിൻ്റെയും അവൻ്റെ ജനങ്ങളുടെയും ഹൃദയം ഭയത്താൽ ഇളകിയെന്നാണ്. ഒരു പ്രതിസന്ധി, ആകസ്മികമായൊരു പ്രശ്നം ജീവിതത്തിലുണ്ടാവുമ്പോൾ മനുഷ്യർ 3 രീതിയിൽ അതിനെ സമീപിക്കാറുണ്ട്. ഒരു കൂട്ടർ അവരുടെ ജീവിതം തന്നെ ആ പ്രതിസന്ധിയിൽ തട്ടി തകർന്ന് മുൻപോട്ട് പോകാതെ അവരുടെ ജീവിതം ആ പ്രതിസന്ധി, ആ പ്രശ്നത്താൽ അപഹരിക്കപ്പെടുന്ന ജീവിതവുമായിട്ടുള്ള മനുഷ്യരുണ്ട്. അത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രിയപ്പെട്ടവരുടെ വേർപാടാവാം, ഒരു രോഗമാകാം, വലിയ സാമ്പത്തിക തകർച്ചയാവാം. ആ പ്രശ്നം തന്നെ അനേകരുടെ ജീവിതത്തെ തന്നെ അപഹരിക്കുന്ന സങ്കടകരമായ കാഴ്ച നമ്മൾ കാണും. രണ്ടാമത്തെ സാധ്യത, ഈ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടുന്ന മനുഷ്യരുണ്ട്. ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നവരാണ്. മദ്യത്തിലും മയക്കുമരുന്നുകളിലും ലഹരിയിലൊക്കെ ആശ്രയം പ്രാപിക്കുന്നവരുണ്ട്. ആത്മഹത്യകൾ തിരഞ്ഞെടുക്കുന്നവരുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്ന മനുഷ്യരെ നമ്മൾ കാണും. മൂന്നാമതൊരു കൂട്ടരുണ്ട്, ആകസ്മികമായി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ അവർ സർഗാത്മകമായ ഒരു ധൈര്യം പുലർത്തിക്കൊണ്ട് ആ പ്രശ്നത്തെ, പ്രതിസന്ധിയെ മറികടക്കുകയോ പരിഹരിക്കുകയോ ചെയ്യുന്നവരായിട്ട് കാണാറുണ്ട്. സുവിശേഷത്തിലെ വിശുദ്ധ യൗസേപ്പിനെ ഫ്രാൻസിസ് പാപ്പ വിളിച്ചത് സർഗാത്മകമായ ധൈര്യത്തിൻ്റെ മനുഷ്യനെന്നാണ്. പ്രതിസന്ധികൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് ജോസഫിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ആദ്യമത് ഒരു വലിയ അപമാനത്തിൻ്റെ രൂപത്തിൽ പ്രതിശ്രുത വധുവിനെ, സഹവാസത്തിന് മുമ്പ് ഗർഭിണിയാക്കിയ ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യനെന്നുള്ള വലിയൊരു അപഖ്യാതി സമൂഹത്തിൽ പരക്കാനിടയുണ്ട് എന്നുള്ള ഒരു പ്രശ്നത്തിൻ്റെ രൂപത്തിലായിരുന്നു. രണ്ടാമത് ആ പ്രശ്നത്തെ സോൾവ് ചെയ്ത് പരിഹരിച്ച് മുൻപോട്ട് പോകുമ്പോൾ ശിശുവായ യേശുവിനെ ഹെരോദിൻ്റെ വാൾമുനകൾ കാത്തിരിക്കുന്നു അന്വേഷിക്കുന്നു എന്നുള്ള മറ്റൊരു പ്രതിസന്ധിയുടെ രൂപത്തിൽ വരിക. അതിന് പരിഹാരം ഒരുപക്ഷെ ഒരു മനുഷ്യനെ ചിന്തിക്കാവുന്നതിനേക്കാൾ വലിയൊരു അപകടമാണ് പലായനം ചെയ്യുക. അറിയപ്പെടാത്ത ദേശത്ത്, പരിചയമല്ലാത്ത ഭാഷയിൽ, പരിചിതമല്ലാത്ത സംസ്കാരത്തിൽ അഭയാർത്ഥിയെപ്പോലെ താമസിക്കുക. തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് വരുമ്പോഴും അവിടെയും പരിചയമില്ലാത്ത ദേശത്ത് ചെന്ന് വേരുറപ്പിക്കാനുള്ള നിയോഗമാണ് അയാൾക്ക് ലഭിക്കുന്നത്. ജോസഫിൻ്റെ മുമ്പിൽ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അപ്രതീക്ഷിതമായി ഒരു ഘോഷയാത്ര എന്നോണം വരുന്നു. ഇവിടെ ഒന്നും, ഈ ഒരു പ്രതിസന്ധിയിലും സുവിശേഷം അവതരിപ്പിക്കുന്ന ജോസഫ് ദുർബലനാകുന്നില്ല, അയാൾ അതിൽ തട്ടി തകർന്നു പോകുന്നില്ല. ഒരു പ്രശ്നത്തിൽ നിന്നും അയാൾ ഒളിച്ചോടുകയല്ല, സൈധൈര്യം അതിനെ നേരിടുകയാണ് ചെയ്യുന്നത്. ഈ സർഗാത്മകമായ ജോസഫിൻ്റെ ധൈര്യത്തിലൂടെയാണ് ഫ്രാൻസിസ് പാപ്പ പറയും, ദൈവം രക്ഷാകര പ്രവർത്തികളുടെ തുടക്കക്കാരനായിട്ട് ജോസഫിനെ തിരഞ്ഞെടുത്ത് അയാളുടെ ധൈര്യത്തിലൂടെയാണ് ഈ രക്ഷാകര ചരിത്രത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ യേശുവിൻ്റെ സുവിശേഷങ്ങളിലെ ബാല്യകാരുടെ വിവരണങ്ങളൊക്കെ വായിക്കുമ്പോൾ, അല്ലെ വേദപുസ്തകങ്ങൾ വായിക്കുമ്പോൾ
നമുക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നാം, ദൈവം എന്തുകൊണ്ടാണ് പലയിടങ്ങളിലും നിഷ്ക്രിയനായിട്ട് പോകുന്നത്, പ്രവർത്തിക്കാതെ ഇരിക്കുന്നത്? പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന ബാല്യകാല വിവരണങ്ങൾ ദൈവപുത്രനാണ്. എന്നിട്ടും പരാധീനതകളും അലച്ചിലുകളും പ്രതിസന്ധികളും മാത്രമാണ് യേശുവിൻ്റെ ശൈശവകാല വിവരണങ്ങളിലുള്ളത്. സ്വർഗസ്ഥനായ പിതാവ് എന്തുകൊണ്ടാണ് തൻ്റെ പുത്രനൊരു സംരക്ഷണം കൊടുക്കാൻ സാഹചര്യമൊരുക്കാൻ പറ്റാതെ നിസ്സഹായനായിട്ടോ നിസ്സംഗനായിട്ടോ നിൽക്കുന്നതെന്ന് ചിലപ്പോൾ ചിന്തിക്കും. ദൈവം ഒരിടത്തും ഒരു പ്രതിസന്ധികളിലും നിസ്സംഗനും നിഷ്ക്രിയനുമാവുന്നില്ല. മറിച്ച് പ്രവർത്തിക്കാൻ ദൈവം ചില മനുഷ്യരെ, സർഗാത്മകമായൊരു ധൈര്യമുള്ള ചില മനുഷ്യരെ ദൈവം തിരഞ്ഞെടുത്തിട്ട് അവരിലൂടെയാണ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ രക്ഷാകര ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ, മനുഷ്യാവതാരത്തിൻ്റെ തുടക്കത്തിൽ ദൈവം പ്രവർത്തിക്കാൻ തിരഞ്ഞെടുത്ത മനുഷ്യനായിരുന്നു ജോസഫ്. അയാളുടെ ധൈര്യത്തിലൂടെയാണ് രക്ഷാകര ചരിത്രം മുന്നേറുന്നത്. അയാളുടെ ധൈര്യപൂർവമായ ഇടപെടലുകളിലൂടെയാണ്, പ്രതിസന്ധികളോടുള്ള അയാളുടെ നിലപാടുകളിലൂടെയാണ് രക്ഷാകര ചരിത്രം വളരുന്നത്. ജോസഫ് ഇക്കാലത്ത് നമുക്കൊരു വലിയ മാതൃകയാണ്. പ്രതിസന്ധികളുടെ കല്ലിൽ തട്ടി തകർന്നു പോകുന്ന ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. പ്രതിസന്ധികളിൽ നിന്ന് ഭീരുക്കളെ പോലെ ഒളിച്ചോടുന്ന മനുഷ്യർ നമ്മുടെ മുമ്പിലുണ്ട്. ചിലപ്പോഴും നമ്മളൊക്കെ ഒളിച്ചോട്ടത്തിൻ്റെ മനുഷ്യരായിരിക്കും. അബ്രാഹത്തിൻ്റെ ദാസി ഹാഗാർ അങ്ങനെ ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ ഒരു ഒളിച്ചോട്ടത്തിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുമല്ലോ. ഹാഗാർ യജമാനത്തിയുടെ സാറായുടെ ക്രൂരതയിൽ മടുത്ത് ഭയന്ന് ഒരു ഒളിച്ചോട്ടത്തിന് ഏർപ്പെടുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ വഴിയിൽ വെച്ച് അവൾക്കെതിരെ വന്നിട്ട് ചോദിക്കുകയാണ്, സാറായുടെ ദാസിയായ ഹാഗാറെ, നീ എവിടേക്ക് പോകുന്നു? അവളുടെ മറുപടി, ഞാൻ യജമാനത്തിയിൽ നിന്ന് ഒളിച്ചോടുന്നുവെന്നാണ്. കർത്താവ് അവളോട് പറയും, നീ തിരിച്ചു എന്ന് അവൾക്ക് വിധേയപ്പെട്ടിരിക്കുക, നിന്നിൽ നിന്ന് ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും. ജീവിതത്തിൽ പലപ്പോഴും നമ്മളിതുപോലെ ഒളിച്ചോട്ടത്തിൻ്റെ മനുഷ്യനാണ്. പ്രശ്നങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന്, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, അത് പക്ഷേ കുടുംബത്തിലാവും സമൂഹത്തിലാവും, നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ദുഷ്കരമായ സാഹചര്യങ്ങളിൽ നിന്ന്. ഹാഗാറിനെ പോലെ നമ്മൾ ഒളിച്ചോട്ടത്തിൻ്റെ മനുഷ്യരായിരിക്കും. ജോസഫ് ഒളിച്ചോട്ടത്തിൻ്റെ മനുഷ്യനായിരുന്നില്ല. ഓരോ പ്രതിസന്ധികളിലും ദൈവഹിതമനുസരിച്ച് അവയെ നേരിട്ടുകൊണ്ട് അതിനെയൊക്കെ മറികടന്ന് രക്ഷാകര ചരിത്രത്തെ മുന്നോട്ട് നയിച്ച ദൈവത്തിൻ്റെ ഉപകരണമായിരുന്നു. ഈ വിളിയാണ് ജോസഫ് വർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ, നിഴല് പോലെയുള്ള ജോസഫിൻ്റെ പിതൃഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ, സൗമ്യ സാന്നിധ്യത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ദൈവം നമുക്ക് നൽകുന്നതും സർഗാത്മകമായ ധൈര്യത്തിൻ്റെ മനുഷ്യരായിരിക്കാനുള്ള വിളിയാണ്. പലപ്പോഴും രക്ഷാകര ചരിത്രം വചനം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാനിടയുണ്ട്, ഈ ലോകമെന്ന് പറയുന്നത് ശക്തന്മാരുടെ ഒരു ലോകമാണ്, പ്രബലന്മാരുടെ ഒരു ലോകമാണ്, ഭരണാധിപന്മാരുടെ ചക്രവർത്തിമാരുടെ ലോകമാണ്. അവരുടെ കരുണയെ ആശ്രയിച്ചാണ് സാധാരണക്കാരൻ എളിയവൻ ജീവിച്ചു പോകുന്നത്. യേശുവിൻ്റെ ബാല്യകാല വിവരണങ്ങളിലൊക്കെ ഹേറോദ് എന്ന് പറയുന്ന മഹാപ്രബലനായ ഒരു ചക്രവർത്തിയുടെ കരുണയെ ആശ്രയിച്ച്, അല്ലെങ്കിൽ അയാളുടെ ശക്തിയുടെ ആധിപത്യത്തിൻ്റെ ചിത്രങ്ങൾ നമ്മൾ കാണും. എന്നാൽ പ്രബലന്മാരുടെ അല്ലെങ്കിൽ ശക്തിമാന്മാരുടെ ആധിപത്യങ്ങളുടെ ഇടയിലും ദൈവം നിസ്സാരരിലൂടെ ചരിത്രത്തെ നയിക്കുന്ന ഒരു സുന്ദരമായ ചിത്രമാണ് സുവിശേഷം അവതരിപ്പിക്കുന്നത്. അങ്ങനെ പ്രബലന്മാരുടെ ശക്തന്മാരുടെ ആധിപത്യങ്ങളുടെ ഇടയിൽ നിന്നും ചരിത്രത്തെ ദൈവം എങ്ങനെയാണ് ചലിപ്പിക്കുന്നത്? അത് സർഗാത്മകമായ ധൈര്യത്തിൻ്റെ ഉടമയായ ജോസഫിനെ പോലെയുള്ള മനുഷ്യരിൽ നിന്നാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. നമുക്ക് ജോസഫിനെ പോലെ സർഗാത്മകമായൊരു ധൈര്യം ഉള്ള മനുഷ്യരാകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ചുറ്റും അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട്. യൗസേപ്പ് പിതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ച് ജോസഫിൻ്റെ ഉള്ളിലെ ഈ സർഗാത്മകമായൊരു ധൈര്യം തങ്ങൾ അപ്രതീക്ഷിതമായി അഭിമുഖീകരിക്കുന്ന ജീവിത പ്രതിസന്ധികളുടെ നടുവിൽ പുലർത്തിക്കൊണ്ട് അതിനെ മറികടന്ന് ജീവിതം തന്നെ ഒരു അനുഗ്രഹത്തിൻ്റെ ആഘോഷമാക്കി മാറ്റിയ മനുഷ്യരുണ്ട്. അവരുടെ ചില കൃപയുടെ നനവുള്ള സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ ഒരു സുന്ദരമായ ജീവിത സാക്ഷ്യം ഒരു സഹോദരി പങ്കുവയ്ക്കുന്നുണ്ട്. ഭർത്താവിൻ്റെ അപ്രതീക്ഷിതമായ രോഗം, ജോലി നഷ്ടപ്പെടൽ, ഈ പ്രതിസന്ധികളുടെ നടുവിൽ ജോസഫിനെ പോലെ അല്ലെങ്കിൽ യൗസേപ്പ് പിതാവിനോട് അഗാധമായി മാധ്യസ്ഥം പ്രാർത്ഥിച്ച് ശരണപ്പെട്ടുകൊണ്ട്
സർഗാത്മകമായൊരു ധൈര്യത്തോടെ പ്രതിസന്ധികളെ ഒന്നൊന്നായി മറികടന്ന് ജീവിതത്തിൻ്റെ സാധ്യതകളിലേക്കുള്ള വാതിൽ തുറന്നിട്ട സുന്ദരമായൊരു ജീവിത സാക്ഷ്യമുണ്ട്. ഈ ജോസഫിയർ വർഷത്തിൽ നമ്മുടെ ആത്മീയതയെ ഉജ്ജ്വലിപ്പിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ, യൗസേപ്പിതാവിനോടുള്ള അഗാധമായ സ്നേഹം നമ്മിൽ ഉളവാക്കാൻ ഈ ഒരു ജീവിത സാക്ഷ്യം നിശ്ചയമായിട്ടും നമ്മളെ സഹായിക്കും. എൻ്റെ പേര് മഞ്ജുഷ സന്ദീപ്. ഞാൻ എറണാകുളത്ത് തൃപ്പൂണിത്തുറയാണ് താമസിക്കുന്നത്. ഇവിടെ ഞങ്ങളുടെ വീടിനടുത്ത് വടക്കേക്കോട്ടയിലുള്ള യൗസേപ്പിതാവിൻ്റെ പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ സെയിൻറ്റ് ജോസഫ്സ് പള്ളിയിലെ ഒരു ഇടവക അംഗമാണ് ഞാൻ. ഈ വർഷം യൗസേപ്പിതാവിൻ്റെ വർഷമായിട്ട് ലോകം മുഴുവൻ ആചരിക്കുകയാണല്ലോ. ഈ അവസരത്തിൽ എൻ്റെ ജീവിതത്തിൽ യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം വഴി ലഭിച്ച ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അത് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ അനുഭവം 2016 എൻ്റെ ഹസ്ബൻഡിന് ലഭിച്ച ഒരു രോഗസൗഖ്യമാണ്. എൻ്റെ ഹസ്ബൻഡ് സന്ദീപ് സുരേഷ് മെർച്ചൻ്റ് നേവി ഓഫീസറാണ്. ഒരു ഷിപ്പിൽ ക്യാപ്റ്റനായി വർക്ക് ചെയ്യുകയാണ്. ഷിപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് സന്ദീപിന് അതികഠിനമായ ഒരു വേദന വയറിൻ്റെ ഭാഗത്തായിട്ട് അനുഭവപ്പെടുകയായിരുന്നു. ഒരു ദിവസം ഷിപ്പ് നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേദന കാരണം മയങ്ങി വീഴുക പോലും ഉണ്ടായി. ഒരു ഷിപ്പിലായിരിക്കുമ്പോൾ വളരെ പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. വലിയ ട്രീറ്റ്മെൻറ്റിനുള്ള ഫെസിലിറ്റി ഒന്നുമില്ല. ആദ്യമായിട്ട് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പോലും സാധിക്കുന്നില്ല. ഈ അവസരത്തിൽ ഈ വിവരം അറിഞ്ഞ് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ ഒരു വഴിയും ഒരു നിവൃത്തിയും ഞങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല. ഈ അവസരത്തിൽ ഞങ്ങളുടെ ഇടവക വികാരിയായ ഫാദർ ജോളിയോട് ഞാൻ സംസാരിക്കുകയും ജോളി അച്ഛൻ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥം പ്രത്യേകം യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഷിപ്പ് സൗദിയിലെത്തുമ്പോൾ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് സന്ദീപ് ഷിപ്പിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. സൗദിയിലെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ സമയത്ത് നടത്തിയ പരിശോധനകളിൽ നിന്നും കോളൻ ക്യാൻസറാണ് സന്ദീപിനുള്ള ബുദ്ധിമുട്ടെന്ന് മനസ്സിലായി. സൗദിയിൽ വെച്ച് തന്നെ ട്രീറ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് കുറേ സമയം ആലോചിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കും നല്ലത് എന്ന തീരുമാനത്തിൽ സന്ദീപ് നാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് വരികയായിരുന്നു. ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ മറ്റൊന്നുള്ളത്, ഞങ്ങൾക്ക് സൗദി എന്ന നാട് ഒരുപാട് മലയാളികളുണ്ടെങ്കിലും ഞങ്ങൾക്ക് എടുത്തു പറയത്തക്ക ഒരു ബന്ധുക്കളും സൗദിയിലുണ്ടായിരുന്നില്ല. സൗദിയിൽ ഒരു ആശുപത്രിയിൽ സന്ദീപ് ഒറ്റയ്ക്ക് അഡ്മിറ്റായിരുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ടിരുന്നു. ഒരു ദൈവദൂതനെ പോലെ ഞങ്ങളുമായി യാതൊരു പരിചയമില്ലാത്ത ഒരു വ്യക്തി മറ്റൊരു സുഹൃത്ത് വഴി അങ്ങോട്ട് കടന്നു വരികയും ഒരു സ്വന്തം കുടുംബാംഗത്തെ പോലെ ജെയിംസ് ഫ്രാൻസിസ് എന്ന ഒരു വ്യക്തി സന്ദീപിനെ ഒരു സ്വന്തം കുടുംബാംഗത്തെ പോലെ സൗദിയിലായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നോക്കുകയുമായിരുന്നു. അതിനുശേഷം സന്ദീപ് കൊച്ചിയിലെത്തി. പെട്ടെന്ന് തന്നെ ഇവിടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ അഡ്മിറ്റ് ആവുന്നു. നടത്തിയ പരിശോധനകളുടെ വെളിച്ചത്തിൽ എമർജൻസി ആയി സർജറി വേണ്ടി വരും എന്ന് ഡോക്ടർ പറയുകയായിരുന്നു. കാരണം അപ്പോഴേക്കും ക്യാൻസർ 2nd സ്റ്റേജിൽ നിന്ന് 3rd സ്റ്റേജിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ലിംഫ് നോഡുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ ട്യൂമർ നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞത് പ്രകാരം പെട്ടെന്ന് തന്നെ സർജറി ചെയ്തു. ഈ സമയം അത്രയും ഫാദർ ജോളിയോടും ഒപ്പം ഞങ്ങളുടെ എല്ലാ ബന്ധുക്കളോടും ഒപ്പം ഞങ്ങളും പ്രാർത്ഥനയിലായിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം ഞങ്ങൾ യാചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങളുടെ കുടുംബനാഥൻ്റെ ആരോഗ്യത്തിന് വേണ്ടി. സർജറി എല്ലാം കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞു പല സമയത്തും ഞാൻ ട്യൂമർ നീക്കം ചെയ്യാനായി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ അത്രയേറെ ക്യാൻസർ വ്യാപിച്ച നിലയിൽ അടച്ചു വെക്കേണ്ടതായി വന്നിട്ടുണ്ട്.
ഇവിടെ ഞാൻ കണ്ട ഒരു അത്ഭുതം, ലിംഫ് നോഡിലേക്ക് പകരുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ ക്യാൻസർ ആ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുകയാണ്. അതായത് ഇപ്പോഴും ഈ രോഗിക്ക് ഒരു റിക്കവറിക്കുള്ള എല്ലാ സാധ്യതയുമുള്ള ഒരവസ്ഥയിൽ. അത് വലിയ ഒരു അത്ഭുതമായിട്ടാണ് ഞങ്ങളൊക്കെ കണക്കാക്കുന്നത്. അതിലുമേറെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ കോളൻ ക്യാൻസറുകൾ പ്രത്യേകിച്ചും 4ാമത്തെ സ്റ്റേജിലൊക്കെ ശരീരം എന്തെങ്കിലും തരം ഒരു സിംറ്റം കാണിക്കാറുള്ളൂ. പല കോളൻ ക്യാൻസറുകളുടെ കേസിലും രോഗി എന്തെങ്കിലും സിംറ്റം കാണിച്ചു കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോഴേക്കും അത് 4ാമത്തെ സ്റ്റേജോ ഫൈനൽ സ്റ്റേജോ ഒക്കെ ആവാറുണ്ട്. അതുവരെ യാതൊരു സിംറ്റവും സാധാരണ കാണിക്കാറില്ല. ഇവിടെ 2nd സ്റ്റേജിൽ തന്നെ സന്ദീപിന് വേദന അനുഭവപ്പെട്ട് ആ ക്യാൻസർ നമുക്ക് വേഗം റിക്കവറി ചെയ്യാവുന്ന ഒരു സ്റ്റേജിൽ കണ്ടെത്തി എന്നതും വലിയ ഒരു അത്ഭുതമായിരുന്നു. സർജറി എല്ലാം പൂർത്തിയായി. അനേക ദിവസത്തെ ആശുപത്രി വാസത്തിലായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. ഇങ്ങനെ ഒരു സമയത്ത് പതുക്കെ മുറിവൊക്കെ ഉണങ്ങുന്ന ഒരു ദിവസം സന്ദീപിന് അതികഠിനമായ വേദന അനുഭവപ്പെട്ടു. ധാരാളം ശക്തിയേറിയ പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ പോലും അവയ്ക്കൊന്നിനും പിടിച്ചു നിർത്താനാവാത്ത ഒരു വേദനയിലൂടെ സന്ദീപ് കടന്നു പോവുകയാണ്. വേദന കൊണ്ട് ആ ബെഡിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. കണ്ടു നിൽക്കുന്നവർക്ക് നമുക്ക് കണ്ടു നിൽക്കാനാവാത്ത ഒരവസ്ഥയായിരുന്നു. വേദന ഒന്ന് ശാന്തമായ സമയത്ത് സന്ദീപ് പറഞ്ഞു, നീ ഒന്ന് നമ്മുടെ ജോളിയച്ഛനെ ഒന്ന് വിളിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം, എനിക്ക് വേദന സഹിക്കാനാവുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞു, ഞാൻ വരികയാണ്, ആ സമയം അത്രയും പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ അച്ഛൻ തൃപ്പൂണിത്തുറയിൽ നിന്നും ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് എത്തി. അച്ഛൻ കുറച്ചു നേരം കതകടച്ചിരുന്ന് സന്ദീപുമായിട്ട് സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് ആ അനുഭവത്തെപ്പറ്റി സന്ദീപ് പറയുന്നത്, അച്ഛൻ്റെ ശക്തമായൊരു പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആരോ എടുത്തു മാറ്റിയതുപോലെ ആ വേദന മാറുകയായിരുന്നു എന്ന് സന്ദീപ് പറഞ്ഞു. അത് എന്നിൽ വലിയ ഒരു ചലനമുണ്ടാക്കി. കാരണം അത്രയും നാൾ യൗസേപ്പിതാവിനോട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും യൗസേപ്പിതാവ് എന്ന മധ്യസ്ഥനെ പറ്റിയോ യൗസേപ്പിതാവ് എന്ന വിശുദ്ധനെ പറ്റിയോ കൂടുതലൊന്നും ഞാൻ ചിന്തിക്കുകയോ അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഞാൻ കൂടുതലായിട്ട് ഈ പള്ളിയിലേക്ക് വരികയും പ്രത്യേകിച്ചും ബുധനാഴ്ചകളിലുള്ള നൊവേനകളിൽ പങ്കെടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇങ്ങനെ അതിനുശേഷം സന്ദീപിൻ്റെ അസുഖം സൗഖ്യമാകുന്നു. സാധാരണ ഒരു വീട്ടിൽ ഒരു കുടുംബനാഥന് ക്യാൻസർ ആവുക എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ ഇന്ന് ആ സംഭവത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ദൈവം എത്രയേറെയാണ് ഞങ്ങളെ സംരക്ഷിച്ചിരുന്നതെന്ന് ഓർക്കുകയാണ്. ഒരു കാര്യത്തിനും ഒരു ബുദ്ധിമുട്ടും വരാതെ വേണ്ട സമയത്ത് വേണ്ട ആൾക്കാർ ഞങ്ങളെ സഹായിച്ചു. കീമോതെറപ്പി ആണെങ്കിലും എല്ലാം വളരെ നന്നായിട്ട് തന്നെ കടന്നുപോയി. 2016 സെപ്റ്റംബറിൽ സർജറി പൂർത്തിയാക്കിയ സന്ദീപ് അതിനുശേഷം തുടർന്നുള്ള ചികിത്സകളെല്ലാം കഴിഞ്ഞ് 2017 ജൂലൈ ടൈമിൽ വീണ്ടും ഷിപ്പിൽ ജോയിൻ ചെയ്യുകയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ, ഇന്ന് 2021 വരെ സന്ദീപ് ആരോഗ്യവാനായിരിക്കുന്നു. നാട്ടിൽ വരുമ്പോഴൊക്കെ ടെസ്റ്റുകളും എല്ലാം കൃത്യമായി നടത്തുന്നുണ്ട്. എല്ലാത്തിനും ഞങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഞങ്ങൾ ആ സമയങ്ങളിൽ വലിയ ഒരു ദൈവത്തിൻ്റെ ഒരു കരുതൽ, യേശുപിതാവിൻ്റെ ഒരു കരുതൽ ഞങ്ങൾ ശരിക്കും തിരിച്ചറിയുകയായിരുന്നു. ഈ ഒരു അനുഭവത്തിന് ശേഷം ഞാൻ കൂടുതലായി എല്ലാ കാര്യങ്ങളിലും യേശുപിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. 2017 വളരെ അത്ഭുതകരമായി എനിക്ക് എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഒരു ജോലി ലഭിക്കുകയായിരുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് ജോലി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എങ്കിലും പിന്നീട് പ്രത്യേകിച്ചൊന്നും ജോലിക്ക് വേണ്ടി ശ്രമിക്കാതിരുന്ന ഒരു സമയത്താണ് എനിക്ക് ഈ ഓഫർ ലഭിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഒരു അധ്യാപികയായി ജോലി ചെയ്യുവാൻ ആരംഭിച്ചു. 2018 ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഒരല്പം ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലായി. ആ കുട്ടി ക്ലാസ്സിനിടയിലെല്ലാം ഓടി നടക്കുകയും മറ്റു കുട്ടികളെ ഉപദ്രവിക്കുകയും അവനുള്ള ക്ലാസ്സിൽ ടീച്ചേഴ്സിന് പഠിപ്പിക്കാൻ പറ്റാതാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു.
ഓട്ടിസം, മെൻ്റൽ റിട്ടാർഡേഷൻ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമേ ഒരു ഹെൽപ്പിംഗ് എയ്ഡിനെ വെക്കുവാൻ സ്കൂൾ മാനേജ്മെൻറ്റിന് നിയമമുണ്ടായിരുന്നുള്ളൂ. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ വെക്കുന്ന ഒരു സംവിധാനം അതുവരെ സ്കൂളിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കുട്ടി ഉള്ളതുകൊണ്ട് ക്ലാസ് മുന്നോട്ട് പോകുവാൻ ആവാത്ത ഒരവസ്ഥയിലായി. ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് ഞാൻ ഒരുപാട് ഇതിൻ്റെ പേരിൽ മാനസികമായ വിഷമം അനുഭവിക്കാനും തുടങ്ങി. പ്രത്യേകിച്ച് മറ്റു കുട്ടികളുടെ പേരൻസൊക്കെ വിളിച്ച് ആരാണ് ഈ കുട്ടി, എന്താണ് ടീച്ചേഴ്സിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ ജോലിയിലുള്ള ഒരു വീഴ്ചയായിട്ട് മറ്റുള്ളവർ അത് കണക്കാക്കുവാനും ആരംഭിച്ചു. മറ്റൊരു നിവൃത്തിയുമില്ലാത്തതിനാൽ ഞാൻ വീണ്ടും പള്ളിയിൽ പോവുകയും പ്രത്യേകമായി യോസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്തു. എങ്ങനെയാണ് യോസേപ്പിതാവ് ഇടപെടുക എന്നെനിക്കറിയില്ല. പക്ഷേ ഈ ഒരു പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരം കണ്ടുപിടിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഒരു ഓണ അവധിക്കാലം കഴിഞ്ഞ് ഞങ്ങൾ സ്കൂളിൽ തിരിച്ചെത്തുമ്പോഴാണ് അറിയുന്നത് മാനേജ്മെൻ്റ് ഒരു പ്രത്യേക ഇടപെടൽ നടത്തി ഈ കുട്ടിക്കായിട്ട് ഒരു അസിസ്റ്റൻറ്റിനെ, അതായത് ഈ കുട്ടിയെ സഹായിക്കുവാനും അവനെ ഓടി നടക്കുമ്പോൾ പിടിച്ചു മാറ്റുവാനും ഒക്കെയായിട്ട് ഒരു ഹെൽപ്പിംഗ് എയ്ഡിനെ സ്കൂളിൽ വയ്ക്കുവാനുള്ള ഒരു നീക്കം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുപോലെ തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളും കുട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കി അതുമായിട്ട് സഹകരിച്ചുവെന്നും മനസ്സിലാക്കുവാനിടയായി. ഇത് തീർച്ചയായിട്ടും സ്വർഗത്തിൽ നിന്നുള്ള ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം അതിനു മുൻപൊക്കെ മാനേജ്മെൻറ്റോ കുട്ടിയുടെ മാതാപിതാക്കളോ ഈ അവസ്ഥയെ അംഗീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ വീണ്ടും പ്രാർത്ഥനകളോടെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഡിസംബറിൽ B.Ed ഡിഗ്രി ഇല്ലാത്തതിനാൽ, എനിക്ക് ടീച്ചിങ്ങിൽ ഒരു ഡിപ്ലോമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, B.Ed ഡിഗ്രി ഇല്ലാത്തതിനാൽ ഈ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയില്ല എന്നൊരു അവസ്ഥ വന്നു. ഞാൻ ഒരു പക്ഷേ ലീവ് എടുത്ത് പോയി B.Ed ഡിഗ്രി ചെയ്താൽ, അല്ലെങ്കിൽ ഒരു ഈവനിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയിട്ടോ ഒക്കെ B.Ed ഡിഗ്രി ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകുവാനാവൂ എന്നൊരു അവസ്ഥ വന്നു. എൻ്റെ ഹസ്ബൻഡ് വെളിയിലാണ്, കുട്ടികളുടെ കാര്യം നോക്കാനൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ജോലിയും മറ്റൊരു കോഴ്സുമൊക്കെ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാരമായി തീരും. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വീണ്ടും വലിയ ഒരു നിരാശയിലായി, ഒരു വലിയ ആശങ്കയിലായി. ഞാൻ വീണ്ടും എൻ്റെ പ്രാർത്ഥനകളിൽ യേശുപിതാവേ എന്തെങ്കിലും ഒരു എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ, എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഫെബ്രുവരിയിൽ എനിക്ക് സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങുവാനുള്ള ചില ഓപ്പർച്യൂണിറ്റി എനിക്ക് ലഭിക്കുവാൻ ആരംഭിച്ചു. മനസ്സിലൊക്കെ പണ്ടൊക്കെ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അതിനായിട്ട് പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കുകയോ തയ്യാറെടുപ്പുകൾ എടുക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല. എങ്കിലും ഞാൻ പതുക്കെ എല്ലാ കാര്യങ്ങളും അതിലേക്കായി ഒത്തുവരുന്ന ഒരവസ്ഥ കാണാനിടയായി. പ്രത്യേകിച്ചും എറണാകുളം പോലെ ഒരു സ്ഥലത്ത് എനിക്ക് ഞാൻ തുടങ്ങുന്ന സ്ഥാപനത്തിനായി ഒരു വീട് ലഭിക്കുക എന്ന് പറയുന്നത് ഏറെ വിഷമകരമായിരുന്നു. ഞാൻ ജോളിയച്ചനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ യോസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മരടിൽ ഒരു വീട് എനിക്ക് ലഭിക്കുകയാണ്. അത് എല്ലാ രീതിയിലും ഞാൻ ആരംഭിക്കുന്ന ഒരു പ്രീ സ്കൂളാണ് തുടങ്ങുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചത്. അതിനായിട്ട് എല്ലാ രീതിയിലും സൗകര്യങ്ങളുള്ള ഒരു വീട് അത്ഭുതകരമായി എനിക്ക് ലഭിക്കുകയാണ്. ഒരു സ്ഥാപനത്തിൻ്റെ നെടുന്തൂണെന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. വീണ്ടും തൊഴിലാളികളുടെ മധ്യസ്ഥനായ യോസേപ്പിതാവിനോട് ഞാൻ യാചിച്ചു, എനിക്കായിട്ട് ജോലി ചെയ്യുവാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ എവിടെയോ ഉണ്ട്, ദൈവം കണ്ടുവച്ചിട്ടുണ്ട്, അവരെ എൻ്റെ അടുത്തേക്ക് തന്നെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. ഓരോരുത്തരായി ഇൻ്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടതിനേക്കാൾ ഏറെ പ്രാഗൽഭ്യവും ഈ മേഖലയിൽ ആത്മാർത്ഥതയും ഒക്കെയുള്ള ആൾക്കാർ എനിക്ക് ജോലിക്കാരായിട്ട് ലഭിച്ചു. അങ്ങനെ ഏറെ പ്രാർത്ഥനകളോടെ 2019 ജൂണിൽ ഞങ്ങൾ സ്കൂൾ ആരംഭിച്ചു. ഓരോ ഘട്ടത്തിലും എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഒരു പ്രീ സ്കൂൾ ആകുമ്പോൾ ചെറിയ കുട്ടികളുമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപകട സാധ്യതകളുണ്ട്, ഒരുപാട് റിസ്ക് ഉണ്ട്. എന്നാലും എല്ലാ ദിവസവും സ്റ്റാഫിനെയും കുട്ടികളെയും ഒക്കെ ദൈവത്തിന് സമർപ്പിച്ച് ഞാൻ മുന്നോട്ട് പോയി. ഓരോ നിമിഷത്തിലും എനിക്ക് ആ അനുഗ്രഹം എനിക്ക് കാണുവാൻ സാധിച്ചു. പ്രത്യേകിച്ചും ഒരു പുതിയ സ്ഥാപനമാണെങ്കിലും ഒരു കാര്യത്തിനും ദൈവം ഒരു കുറവും വരുത്തിയില്ല. ഞങ്ങളുടെ ആനുവൽ ഡേ ഒക്കെ വളരെ ഭംഗിയായിട്ട് നടന്നുപോയി. എന്നാൽ 2020 ഫെബ്രുവരിയിൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് കോവിഡ് വരുന്നത്. അതോടുകൂടി സ്കൂള്
നമുക്ക് താൽക്കാലികമായിട്ട് അടയ്ക്കേണ്ടി വന്നു. 1 വർഷം മാത്രമായ സ്ഥാപനം ഇനി എങ്ങോട്ട് എന്ന ഒരു ആശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് അടച്ചു പൂട്ടേണ്ടി വന്നേക്കാം, ഒരു അഡ്മിഷനും കിട്ടില്ലായിരിക്കും. പുതിയൊരു സ്ഥാപനത്തിന് അഡ്മിഷൻ കിട്ടാൻ വലിയ പാടാണ്. ഓൺലൈൻ പേരൻസ് ഒന്നും ഓൺലൈൻ ക്ലാസ് ചിലപ്പോൾ ചൂസ് ചെയ്തെന്ന് വരില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, യോസേപ്പിതാവേ, കുറേ പണമൊക്കെ ഇതിൽ മുടക്കിയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും എനിക്ക് വലിയ ലാഭമൊന്നുമല്ല എനിക്ക് ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല, എന്നാലും ഇത് അടച്ചു പൂട്ടണം എന്നെനിക്ക് ആഗ്രഹമില്ല, എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ജൂൺ ആയപ്പോഴേക്കും പതുക്കെ ഓരോരുത്തരായി മാതാപിതാക്കൾ അന്വേഷിച്ചു വന്നു. കഴിഞ്ഞ വർഷത്തെ അനുഭവം വെച്ചിട്ട് പല മാതാപിതാക്കളും കുട്ടികളെ അയച്ചു. അങ്ങനെ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്മിഷൻസ് എനിക്ക് ലഭിക്കുകയായിരുന്നു. അതിൽ വലിയ ഒരു സഹായമായത് ഞങ്ങളുടെ ഹൗസ് ഓണേഴ്സ് യാതൊരു പ്രഷറും കൂടാതെ അവർ 50% ഞങ്ങളുടെ റെൻറ്റ് കുറച്ച് തരാനുള്ള സന്നദ്ധത കാണിച്ചു. നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഞങ്ങൾ ചെറുതായിട്ടൊക്കെ സാലറി കുറയ്ക്കേണ്ടി വന്നെങ്കിലും അതൊന്നും കണക്കാക്കാതെ അവർ മുന്നോട്ട് തന്നെ പോയി. അങ്ങനെ ഓൺലൈൻ ക്ലാസ് 2020 ഓൺലൈൻ ക്ലാസ്സുകൾ നടന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. ഈ വർഷവും ഒരു ബുദ്ധിമുട്ടും കൂടാതെ വളരെ ഭംഗിയായിട്ട് ആ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. അത് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടിവരും. മറ്റുള്ള കാര്യങ്ങൾ പോലെ തന്നെ ആത്മീയ മേഖലയിലും എനിക്ക് യോസേപ്പിതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം കാണുവാനിടയായി. പ്രത്യേകിച്ചും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാൻ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, എൻ്റെ മക്കളുടെയും എൻ്റെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. മക്കൾക്ക് മുടങ്ങിപ്പോയ കാറ്റഗിസം ക്ലാസ്സൊക്കെ ഓൺലൈനിൽ തന്നെ അവർക്ക് വീണ്ടും പങ്കെടുക്കുവാൻ സാധിച്ചു. എനിക്കും സെയിൻറ്റ് ജോസഫ്സ് പള്ളിയിലെ ഒരു ടീച്ചറായിട്ട്, കാറ്റഗിസം ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാൻ സാധിച്ചു. ഒരു ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് ബൈബിളിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കുവാനുള്ള അവസരം ലഭിച്ചു. പല പ്രാർത്ഥനാ കൂട്ടായ്മകളിലും അംഗമാകാൻ സാധിച്ചു. അതുപോലെ തന്നെ ഒരുപാട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, അതായത് ആത്മീയതയിൽ വളർന്ന ആളുകളുമായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ എനിക്ക് ലഭിച്ചു. അങ്ങനെ ഓരോ തവണ പള്ളിയിൽ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഒരുപാട് അനുഗ്രഹങ്ങളുമായിട്ടാണ് എനിക്ക് വരാൻ കഴിഞ്ഞത്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ യോസേപ്പിതാവിൻ്റെ ഒരു വലിയ സാന്നിധ്യം, ഒരു വലിയ മാധ്യസ്ഥം, ഒരു വലിയ അനുഗ്രഹം ഞാൻ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ നിമിഷവും ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദാവീദിൻ വംശജനാ യോസേപ്പിതാവേ,